ടീച്ചറാണ്. അപ്പൊ പരീക്ഷയ്ക്കുള്ള ഒരു പരീക്ഷാ ചോദ്യവുമായിട്ടാണ് ടീച്ചർ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എന്തായാലും നിങ്ങൾ കാണണം. അതിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഉറപ്പുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ ഒക്കെ ടീച്ചർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു തന്ന അതേ ചോദ്യങ്ങൾ തന്നെയാണ് മാതൃകാ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വന്നത് എന്നൊക്കെ. അപ്പൊ എന്റെ മക്കളും എന്ത് ചെയ്യണം, അത് ചെയ്യണം, അത് കാണണം കേട്ടോ. അപ്പോ ഓരോ ലൈവ് ക്ലാസ്സുകളും മാരത്തോൺ ഉണ്ട്, അതുപോലെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്, അതൊക്കെ എന്റെ മക്കൾ കാണാം. അപ്പൊ നമുക്ക് പരീക്ഷ അടിപൊളിയാക്കണം. ഇന്ന് ടീച്ചർ പറയുന്നത് ഒരു പരീക്ഷാ ചോദ്യമാണ്. ഇതാ ഇവിടെ ഒരു കാർട്ടൂൺ തന്നിരിക്കുന്നത് കാണുന്നുണ്ടോ? എന്താണ്? അമ്മേ, ഞാൻ പൂക്കളം ഡൗൺലോഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു കുട്ടി. മിടുക്കൻ, എങ്കിൽ ഓണസദ്യ കൂടി ഡൗൺലോഡ് ചെയ്യൂ, അടിച്ചു പൊളിക്കാം എന്ന് പറയുന്ന അമ്മ. ഇന്നത്തെ കാലത്തെ ഓണത്തിന്റെ ഒരു കാഴ്ച വളരെ രസകരമായിട്ട് കാർട്ടൂണിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ അന്നും ഇന്നും എന്ന് പറയുന്ന ഓണഭാഗവുമായിട്ട് തകഴിയുടെ ഓണാനുഭവമായിരുന്നു ഓണം അന്നും ഇന്നും. അപ്പോ അന്നത്തെ ഓണവും ഇന്നത്തെ കാലത്തെ ഓണവും തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പൊ നമ്മൾ ആദ്യം എഴുതണം, ഓണം അന്നും ഇന്നും എന്ന ലേഖനത്തിലൂടെ തകഴി ശിവശങ്കര പിള്ള പഴയ കാലത്തെ ഓണവിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. അന്ന് ഓണം ഒരുമയുടെ ആഘോഷമായിരുന്നു. ഒരു മാസം മുൻപേ തുടങ്ങുന്ന ഓണാഘോഷങ്ങൾ എല്ലാവരും ഒരുപോലെ ആസ്വദിച്ചിരുന്നു. ഉള്ളവർ ഇല്ലാത്തവർ എന്ന ഭേദമില്ലാതെ ഓരോ വീടുകളിലും അന്ന് ഓണത്തിന്റെ നിറമായിരുന്നു, ഓണത്തിന്റെ മണമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഓണാഘോഷങ്ങൾ ഏറെ മാറിപ്പോയിരിക്കുന്നു. ഇന്ന് ഈ ചിത്രത്തിലെ കാർട്ടൂൺ നമ്മളെ കാണിച്ചു തരികയാണ് അല്ലെ. അമ്മയെ പൂക്കളം ഡൗൺലോഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെയും മിടുക്കൻ ഓണസദ്യ കൂടി ഡൗൺലോഡ് ചെയ്യൂ എന്ന് പറയുന്ന അമ്മയുടെയും ചിത്രമാണ് ഈ കാർട്ടൂണിൽ നമ്മൾ കാണുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് ഓണവും മാറുന്നു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പഴയ കാലത്തെ തനിമയുള്ള ഓണത്തിൽ നിന്നും റെഡിമെയ്ഡ് ഓണത്തിലേക്കുള്ള മാറിയ ഒരവസ്ഥയെ പരിഹസിക്കുകയാണ് ഈ കാർട്ടൂണിലൂടെ അല്ലെ. പരിഹസിക്കുകയാണ് സാധാരണ. അന്നത്തെ ഓണത്തിൽ നിന്നും ഇന്നത്തെ ഓണം റെഡിമെയ്ഡായി മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലെ. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയാണ്. എന്താണ് തന്നിരിക്കുന്നത് അതും നമ്മുടെ പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് എഴുതുക. നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കൂടി എഴുതിയാല് ഇതിന് എന്ത് കിട്ടും? ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് A ഗ്രേഡ് ലഭിക്കുന്നതായിരിക്കും. ഇത് മനസ്സിലായില്ലേ അല്ലെ? അമ്മയും മകനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഇത് മുൻവർഷ ചോദ്യമാണ്. അത് നമ്മുടെ ഓണം അന്നും ഇന്നും എന്ന് പറയുന്ന ലേഖനവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എഴുതണം. ടീച്ചർ പറഞ്ഞത് മനസ്സിലായില്ലേ മക്കൾക്ക് അല്ലെ? പണ്ടൊക്കെ ഒരു മാസം മുൻപേ തുടങ്ങുന്ന ഓണാഘോഷം. ഇന്ന് വീട്ടിൽ എന്താണ് ഓണം ആവുന്ന സമയത്ത് നമ്മൾ പൂക്കളൊക്കെ റെഡി പോയിട്ട് വാങ്ങും അല്ലെ. അന്ന് 2 ദിവസം നമ്മൾ ഓണപ്പൂക്കളിടും. പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെയല്ലായിരുന്നു. അതാ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാം. മറ്റൊരു പരീക്ഷ ചോദ്യമായിട്ട് ടീച്ചർ വരാം. അതുവരേക്കും ബൈ.